ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ 100ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മുന്നൊക്കെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ കാലം മുതലേ കുറേ വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തത് മുതൽ 100ാമത്തെ വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയി തുടങ്ങിയിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് 100ാമത്തെ വീഡിയോ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസൊക്കെ എടുത്തു തരുന്നത് നിന്റെ ഏട്ടനാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യണ ഒരു കണ്ടന്റ് തന്നെയാണ് ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവട്ടി പൊന്നൂസാണ് എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത്. ഇവരെയാണ് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ കൊണ്ടിരുത്തിയേക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിന്റെ ഏട്ടനാണ് പുറകിലിരിക്കുന്നുണ്ട്. അപ്പൊ നിന്റെ ഏട്ടനാണ് നോക്കാൻ പോണത് ആരാണ് ആദ്യം ആൻസർ പറയണേന്നുള്ളത്. അങ്ങനെ ഒരു സ്കോർ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള ഈ ഒരു സെഗ്മെന്റ് തുടങ്ങാൻ പോകട്ടോ. അപ്പൊ ഇനിയും കൂടുതൽ ചലഞ്ചസ് ഒക്കെ ആയിട്ട് വരാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആരാണോ ഫസ്റ്റ് കൈ പൊക്കണേ അത് നിന്റെ ഏട്ടൻ പറയണം. ബാക്കിൽ നിന്നിട്ട് നിന്റെ ഏട്ടൻ പറയും ആരാണോ കൈ പൊക്കിയത് ആ ആള് ആൻസർ പറയണം. ആ ആൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾക്ക് നമ്മൾ പാസ് ചെയ്യണതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഞാൻ സ്കോർ എഴുതിയിടും. ലാസ്റ്റ് സ്കോർ നമ്മൾ നോക്കിയിട്ട് ആരാണോ വിന്നർ ആ ആൾക്ക് നമ്മുടെ നിന്റെ ഏട്ടൻ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അതെങ്ങനെയുണ്ട്? അത് സൂപ്പർ സ്പെഷ്യൽ പ്രൈസ്. ആ പ്രൈസ് എന്താന്ന് ഔട്ടിക്ക് ഇപ്പോഴേ അറിയണം. എന്തായിരിക്കും നമ്മുടെ പ്രൈസ്? അത് പറയില്ല, ലാസ്റ്റ് പറയുള്ളൂ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് കളർ. ഓക്കെ, കറക്റ്റ് ആണ്. എന്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആട്ടോ. പൊന്നൂസിനും ആൻസർ അറിയാം. കാരണം നമ്മളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇവർക്ക് അറിയാം ഞാൻ എങ്ങനെ എന്ത് ഡ്രസ്സ് എടുക്കാൻ പോയാലും എന്തെടുക്കാൻ പോയാലും അവർക്ക് എന്റെ കളർ എന്താണെന്ന് അറിയാം. പക്ഷെ ആരാണ് ഫസ്റ്റ് കൈ വെക്കണേ അവർക്കാണ് പ്രൈസ്. രണ്ടാമത്തെ, ഞാന് ഇപ്പഴും ഞാൻ TV ഒന്നും അങ്ങനെ അധികം കാണാറില്ല. പക്ഷെ മുന്നേ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഫേവറേറ്റ് TV ഷോ ഇവനെ ഫസ്റ്റ് കൈ പൊക്കിയത് പൊന്നസ്. ഫസ്റ്റ് കൈ പൊക്കിയത് പൊന്നസ്. എന്തെങ്കിലും എനിക്ക് രണ്ട് സംഭവം എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് ഞാനൊരു ക്ലൂ തരാം. ഒരു സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഒരു TV ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പൊന്നസ് ഫസ്റ്റ് കൈ പൊക്കി. കാരണം പൊന്നസ് ഫസ്റ്റ് ചാൻസ്. പൊന്നസ് കറക്റ്റ് പറഞ്ഞാല് ഓക്കെ, അല്ലെങ്കിൽ ഔട്ടിക്ക് ചാൻസ്. കോമഡി സ്റ്റാർസ് ഞാൻ കാണാറില്ല. ഓക്കെ, പൊന്നസിന്റെ ചാൻസ് പോയി. ബിഗ് ബോസ് കറക്റ്റാ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വെച്ചായിരുന്നു. ഒന്ന് ചന്ദനമഴ സീരിയലും രണ്ടാമത്തെ ബിഗ് ബോസ് ആയിരുന്നു. ചന്ദനമഴ സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ബിഗ് ബോസ്. വീണ്ടും മനസ്സിലാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ സിബ്ലിങ്ങിന്റെ പേര്. ഓക്കെ, ജീവൻ എന്നാട്ടോ. എനിക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ. അവന്റെ പേര് ജീവൻ എന്നാ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അത് ഒരു റൂളാണേ. നാലാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ആനിമൽ. ക്യാറ്റ്. ഞങ്ങൾക്ക് ബഹ്റിനിൽ വെച്ചിട്ട് ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു. നിക്കി എന്നാണ് പേര്. അപ്പൊ എനിക്ക് ഇഷ്ടം ക്യാറ്റിനെയാണ്. പക്ഷെ ഞങ്ങൾ ഇനി വാങ്ങിക്കാൻ പോണത് ഡോഗിനെയാണ്. ഡോഗ് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര പേടിയാ. ഞങ്ങളൊരു കുഞ്ഞ് ബേബി ഡോഗിനെ വാങ്ങിച്ചിട്ട് ഞാൻ പഠിക്കും അതെങ്ങനെയുണ്ടെന്നൊക്കെ. നിക്കി ക്യാറ്റിനാണ് ഇഷ്ടം. നിക്കും ബ്രൗണി. ഞങ്ങൾക്ക് 2 ഡോഗ് ഉണ്ടായിരുന്നു. അതാണ് വാട്ടി പറഞ്ഞത്. അശോ, ഞങ്ങൾക്ക് 2 ക്യാറ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം നിക്കി, ഒരെണ്ണം ബ്രൗണി. അതാണ് വാട്ടി പറഞ്ഞേട്ടാ. ഇനി എന്റെ ഫേവറേറ്റ് സീസൺ. സമ്മർ ആണ് എന്റെ ഫേവറേറ്റ്. കാരണം നാട്ടിൽ വെച്ചിട്ട് സമ്മർ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് വിന്റർ ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇവിടെ ന്യൂസിലാൻഡ് വന്നതിന് ശേഷം സമ്മർ ആണ് ഭയങ്കര ഇഷ്ടം. കാരണം ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചൂട് വേണം. എവിടെ പോയാലും എനിക്ക് ചൂട് വേണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ ഇന്നത്തെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? ഞങ്ങൾ ഇതിനു വേണ്ടി സ്പെഷ്യൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എത്ര ക്വസ്റ്റ്യൻ ആയി? ഇപ്പം 5 ക്വസ്റ്റ്യൻ ആയി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഏറ്റവും
ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം. ആ പൊന്നൂസ്. പൊന്നൂസ്. പാത്രം കഴുകും. അത് ഭയങ്കര രസമായി എനിക്ക്. അതായത് പൊന്നൂസ് പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. എനിക്ക് വീട്ടില് ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എപ്പോഴും പാത്രം കഴുകാണ്. അതല്ലാണ്ട് പാത്രം കഴുകാൻ എനിക്ക് സ്ഥിരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതല്ലാണ്ട് ഈയിടെയായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് എപ്പോഴും അയ്യോ എനിക്ക് അത് ചെയ്യണം, പെട്ടെന്ന് അത് റെഡിയാക്കണം, അങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം എന്താ? എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എടുക്കല്. പാത്രം കഴുകല് ഭയങ്കര സൂപ്പർ ആയിട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടോ. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ ഈവനിങ് പേഴ്സൺ ആണോ? വാവട്ടി ഫസ്റ്റ് കൈവയ്ക്ക്. മോർണിംഗ് പേഴ്സൺ തന്നെയാ. വൈകുന്നേരം ഞാൻ അധികം നേരം ഇരിക്കാറില്ല അല്ലേ? അല്ലേ? സോറി, സ്കോർ മാറ്റി അപ്പുറത്തെ എഴുതി പോയി. പൊന്നസ് നല്ല ജെനുവിൻ പേഴ്സൺ ആട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം അങ്ങനെ കുറെ നേരം ഇരിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹം. കാലത്ത് കുറെ നേരം വേണമെങ്കിൽ ഇരിക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചോട്ടാ. കുറച്ച് കാലം മുന്നേ, അതായത് നമ്മുടെ കുറച്ച് ലൈഫ്, അതായത് നമ്മള് നാട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഒരു എത്ര നാളുണ്ടായിരുന്നു നിങ്ങൾ നാട്ടില്? 1 വർഷം 8 മാസം ഒരു നാട്ടിലുണ്ടായിരുന്നു. പൊന്നൂസ് ആണെങ്കിൽ ജനിച്ചിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അതുപോലെ ബഹ്റിനില് ഞങ്ങളൊരു 10 വർഷം, പൊന്നൂസ് ഒരു 9 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഞങ്ങൾ 2ാമത്തെ വർഷം. ഇത്രയും സമയത്ത് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ മിസ്സായത് എപ്പോ? കോവിഡിന്റെ സമയത്ത്. അത് ആ സമയത്ത് ഇവര് കുറച്ച് നാൾ നാട്ടിൽ പോയി നിന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. ആ സമയം ഭയങ്കര ഒരു വിഷമ സമയമായിരുന്നു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാ. നിങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണേ. എന്റെ ഫസ്റ്റ് പെറ്റിന്റെ പേര് നിങ്ങൾക്കൊരു ക്ലൂ തരാം. അതൊരു ഡോഗായിരുന്നു, ഒരു ഗേൾ ഡോഗായിരുന്നു. അതിന്റെ പേരെന്താണ്? അമ്മ അതിന് വേണ്ടി ക്ലൂവും തരാം. വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും പേര് പറയുമ്പോഴായാലും ജീന, ജീവൻ, ആ പേരും കൂടി ചേർത്ത് ഞങ്ങളുടെ ആര് എത്ര മക്കളെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയും 3 മക്കളാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയും ജീന, ജീവൻ, ഒരു പേര് പറയും. അത് ഏതാണ് ആ പേര്? ജോസഫ്. പപ്പയുടെ പേര് അല്ല, അതൊരു ഡോഗായിരുന്നു. ഡോഗിന്റെ പേരെന്താണ്? ഒരു പെറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടില്. ജീന, ജീവൻ, ജി വെച്ചിട്ട് തന്നെ. അതായത് ജീന, ജീവൻ, ജി ഒരു പേരുണ്ട്. ആ പേരെന്തായിരുന്നു? അറിയില്ല. ഗുഡ് ബോയ്. ജി വെച്ചിട്ടാ. ജി എന്നാണ് പറഞ്ഞത്. ജീന, സ്റ്റാർട്ടിങ്ങും അവസാനിക്കുന്നത്. അല്ല, അമ്മ പറയുന്നത് ജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഒരു ക്ലൂ ആണ്. ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അപ്പൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. ജിജി മോൾ. ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയുണ്ടാവുന്ന വിചാരിച്ചു. ജിജി മോളായിരുന്നു. 2 പേർക്കും 0 പോയിന്റ് ഇല്ല. 0. ഓക്കെ. ഇനി അടുത്തത്, അമ്മയ്ക്ക് ഇഷ്ടം സോൾട്ടി ഫുഡാണോ സ്വീറ്റ് ഫുഡാണോ കൂടുതൽ ഇഷ്ടം? സോൾട്ടി ഇഷ്ടം സ്വീറ്റ് ആണ്. ഇനി അടുത്ത് ഇപ്പൊ എത്ര ദിവസമായി? 1, 2, 3, 4, 5, 6, 7, 8, 10 ദിവസമായിട്ടോ. ഞാൻ അടുത്തത് എന്റെ ഫേവറേറ്റ് ഫുഡ്. അയ്യോ, കള്ള് ഷോപ്പിന്ന് കപ്പയും ബീഫ്, കപ്പയും ബോട്ടി. ശരി കേട്ടോ. എനിക്ക് കള്ള് ഷോപ്പിലത്തെ ഫുഡ് ഏറ്റവും ഇഷ്ടം. ഞങ്ങള് ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മുടെ വീട്. അപ്പൊ അവിടെ പോകുമ്പോൾ അടുത്ത് മാപ്രാണത്ത് കള്ള് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോ നാട്ടിൽ പോയാലും കള്ള് ഷാപ്പിൽ നിന്നും പിന്നെ മറ്റേ തട്ടുകടയൊക്കെ അവിടെ പോയിട്ടുള്ള കൊള്ളിയും ബോട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുനസ്സിന് അത് ഓക്കെ. ഇനി അടുത്തത് എന്റെ ബർത്ത് ഡേറ്റ്. ഓക്കെ. അയ്യോ.
എടാ പറഞ്ഞു കൊടുക്കണേ. 13 8 ഓക്കെ 8 എന്ന് പറഞ്ഞാൽ ഏത് മാസം? ഓഗസ്റ്റ് ഓഗസ്റ്റ്. ഞാനും വാവൂട്ടി ഒരേ മാസായിട്ടാ. ഞാൻ 13 ഇയർ ഓഗസ്റ്റ്. ഗസ്റ്റ് ആ ഓ ഓ, അത് പെട്ടു. അത് ഇയർ കുഴപ്പമില്ല. ഈറ് പറയണ്ട, നിന്റെ വയസ്സ് എല്ലാവരും അറിയും. 63 ബച്ചാ 63 ഞാൻ എന്താ ഓൾഡ് അമ്മമ്മയാ. അല്ല 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 എനിക്കറിയില്ല 86. ക്ലോസ് ആണ് ഞാനും ഔട്ടിയും ഇവിടെ ഓഗസ്റ്റിലാ. ഞാൻ 13 ഓഗസ്റ്റ്, ഇവൻ 28 ഓഗസ്റ്റ്. നിന്റെ ഏട്ടനും പൊന്നൂസും ഒക്ടോബറിലാ. ഇവൻ 11ഉം നിന്റെ ഏട്ടൻ 25. നീ മറക്കാൻ പാടില്ല. നിനക്ക് പോയിന്റ് ഞാൻ ഇട്ടില്ല. ഇവിടെ പോയിന്റ് ഇട്ടു. 8 പോയിന്റ് ഇട്ടു. ഇനി ഇതെനിക്ക് അറിയുമെന്ന് അറിയില്ല. നീ ചിലപ്പോ നിനക്കത് അറിയാന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് സെയിം ആണ്. എന്റെ സോഡിയാക് സൈൻ. ആ വീർഗോ. എന്റെ അവന്റെ സോഡിയാക് സൈൻ അവൻ അറിയില്ലെന്ന്. നീ ഓഗസ്റ്റില്ല. നീ എവിടെയെങ്കിലും കാണിക്കോ സോഡിയാക് സൈൻ? എയ്യോണ്ടാണോ? എയ്യോണ്ടാണോ? ജിയോണ്ടാ? അങ്ങനെ എങ്ങനെ പറയാൻ പറ്റണേ? ആ, ശരി. ഒരു ചാൻസ് കൂടി തരാം. ഓഗസ്റ്റ് മാസം ഏത് സോഡിയാക് സൈനാ വരുന്നേ? വിർഗോ എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഹെർപീസ് ഒന്നാണോ? ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ തരാം. ഇതൊരു 3 ഓപ്ഷൻസ്. 3 ഓപ്ഷൻ ഇല്ല. സ്റ്റാർട്ടിങ് വിത്ത് എൽ. ഓ ലിഗോർ ലീബ്ര. ലിഗോർ എന്തോ ഇങ്ങനല്ല. ലീബ്ര. രണ്ടുപേർക്കും പോയിന്റ് ഇല്ല. ലീബ്ര ഉണ്ട്. അല്ല, അമ്മയുടെ സോഡിയാക് സൈൻ ലിയോ. ലിയോ. അപ്പൊ എന്റെ പുലിക്കുട്ടൻ. എന്റെ ലിയോ. ആ, നിന്റെ ലിയോ. ഇനി അടുത്തത് ഞാൻ താമസിക്കണ, അതായത് നമ്മൾ താമസിക്കണ സ്ട്രീറ്റിന്റെ പേര്. പുനസ് ഫസ്റ്റ്. മെയ് സ്ട്രീറ്റ്. അത് ഈസിയാ. ഇത് സ്ട്രീറ്റ്. ഞാൻ വിചാരിച്ച അമ്മയുടെ വീട് നാട്ടില്. ഇനി അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ സ്പോർട്സ് ഒന്നും ഇഷ്ടമില്ല. സ്പോർട്സിനെ കുറിച്ച് വലിയ ഐഡിയകളൊന്നും ഇല്ല. ഇപ്പൊ ഫുട്ബോളിനകത്ത് എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിക്കും. അതിലെ റൂൾസ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് എനിക്ക് അത്യാവശ്യം റൂൾസ് അറിയാവുന്ന സ്പോർട്സ് ഏതാ? ഷട്ടിൽ. ഷട്ടിൽ കളിക്കാൻ അറിയില്ല. ഒരു റൂളും എനിക്കറിയില്ല. കുറച്ചെങ്കിലും എനിക്ക് അറിയാവുന്നത്. ക്രിക്കറ്റ്. ഓക്കെ, 2 ചാൻസ് എടുത്തു കേട്ടാ. അങ്ങനെ പറയാൻ പാടില്ല. അല്ല അങ്ങനെ ചാറ്റ് ഗസ് ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്ക് അപ്പൊ ഇപ്പൊ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. 5 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാന്ന് വിചാരിക്കണം. അപ്പൊ ഞങ്ങൾ ആലോചിക്കായിരുന്നു എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. എന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് 2 ഓപ്ഷൻ തരാം. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, ഡ്രൈവിംഗ് ഓർ കുക്കിംഗ്. ഓക്കെ, ആരാ ഫസ്റ്റ് വെക്കേ? സ്റ്റാരണാവോ? ആരാ വെക്കേ? ആ, അറിയാ. വണ്ണ്. കുക്കിംഗ് ആണോ ഡ്രൈവിംഗ് ആണോ? കുക്കിംഗ്. കുക്കിംഗ്. അത് ഇത്തിരി ഓഫീസാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ മെയിൻ ഹോബി. അയ്യോ എനിത്തിങ്. കുക്കിംഗ്. അത് ഹോബി. ഹോബിയാണോ കുക്കിംഗ്? ഹോബി കുക്കിംഗ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിൽ കുക്കിംഗിൽ ഏത് പാർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ലാതെ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ചോദിച്ചതാ. പാത്രം കഴുകൽ തന്നെ. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്റെ അമ്മയ്ക്ക് ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ അല്ല രണ്ടുപേരും സെയിം ആണ് ടപ്പ. ഓക്കെ, പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് ചോദിക്കാണ്ട് ഇവരുടെ അടുത്ത് എന്നെ പറ്റി. എന്നിട്ടാ നിനക്ക് അമ്മേരെ എന്ത് കാര്യമാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതൊരു ക്വസ്റ്റ്യൻ. അല്ല, ഇത് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇത് അങ്ങനെയല്ല. എന്താ അമ്മേനെ കുറിച്ച് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നല്ല ചീത്ത പറയും, നല്ല പടി കിട്ടും. നോ കോമെന്റ്. കമന്റ് പറയേ. ഒന്നും പറയല്ല.
ഓ എനിക്കൊന്നുമില്ല. പറ ചോക്കി. ഹഗിങ്. ഹഗ്ഗിങ്. ബാവുട്ടിക്ക് ഇഷ്ടം ഹഗ്ഗിങ് ആട്ടോ. ആ പൊന്നസിനോ? ഏറ്റവും ഇഷ്ടമുള്ളതാ ലവ്. ലവ്. എന്റെ ഡ്രസ്സിന്റെ സൈസ് കുറച്ച് നീങ്ങിയിരുന്നോ ഇപ്പോഴത്തെ? ഓക്കെ. ആ 14. എന്താന്ന് ചോക്കി. അതിന്റെ ആൻസർ എന്താ? എന്താ? ഇതാണ് 14. ഞങ്ങള് രണ്ടുപേരും 14 സൈസ്. ഇന്ന് ഞങ്ങള് 100ാമത്തെ വീഡിയോയില് അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആവാൻ വേണ്ടിട്ട് ഞങ്ങൾ 3 പേരും ഒരുപോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചു. അത് ഇവിടെ വെയർ ഹൗസ് എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ 3 പേരും ഒരുപോലത്തെ വാങ്ങിച്ചു. അപ്പൊ ഇവൻ 16, ഞങ്ങൾ രണ്ടുപേരും 14. പക്ഷെ എനിക്ക് കുറച്ച് ടൈറ്റാണ്, അവിടെ വിഷമിക്കണ്ട. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നില് എവിടെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്യണം, ഒരു ബെർത്ത് മാർക്ക്. അമ്മയ്ക്കൊരു ബർത്ത് മാർക്ക് എവിടെയാണ്? കൈ പൊക്കിക്കോ, അറിയണോ കേട്ടോ ഫസ്റ്റ്. ഓക്കെ. എവിടെ? കഴുത്തുമ്മ. വേറൊരു ബെർത്ത് മാർക്ക് കാണിക്കട്ടെ. അയ്യോ നമ്മുടെ കയ്യിൽ അമ്മയ്ക്കുണ്ടോ? അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. ഈ 20 ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒരാളാവാം, രണ്ടാളാവാം, അതായത് എത്ര പേര് വേണേലാവാം. പക്ഷെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം ആരാണ്, എത്ര പേരാണെന്നുള്ളത് കേട്ടോ. നിന്റെ ഇവിടെ ബാക്കിൽ ഇരുന്നിട്ട് മിഠായി തരുന്നുണ്ട്, അതിന്റെ സൗണ്ട് ചപ്പ് ചപ്പ് എന്ന് കേൾക്കാം. ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്? അപ്പൊ ആരാന്ന് പറയാ? ഇവര് രണ്ടുപേരുടെ ആൻസർ കറക്റ്റ് ആയിട്ടോ. ഇവര് 3 പേരില്ലെങ്കിൽ ഈ ലൈഫേ ഇല്ല. അത് കാരണം കൊണ്ട് വാവുട്ടി പറഞ്ഞ ആൻസറും ശരിയാണ്, പൊന്നൂസ് പറഞ്ഞ ആൻസറും ശരിയാണ്. പിന്നെ ഞാൻ പ്രസവിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് ഇവര് കുറച്ചും കൂടി സ്പെഷ്യലാണ്. പക്ഷെ ഞാനൊരു സ്പെഷ്യൽ അല്ലേ? എല്ലാവരും സ്പെഷ്യൽ ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇതിന് 2 പേർക്ക് മാർക്ക് തരാം. അപ്പൊ ഇനി നിന്റെ ഇവിടെ നോക്കണുണ്ടോ മാർക്ക് എത്രയാണ്? പൊന്നൂസിന്റെ ഉണ്ട് ഫസ്റ്റ് നോക്കണേ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ നിനക്ക് 10 ആയിരിക്കും. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 4 5. ഒരു ക്വസ്റ്റ്യൻ രണ്ടുപേർക്ക് അറിഞ്ഞില്ല. ആ ശരിയാ, ഒരു ക്വസ്റ്റിന്റെ ആൻസർ 2 പേർക്ക് അറിയോ? ബാക്കിൽ നിന്ന് അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പൊന്നൂസിന് 10 പോയിന്റ്, വാവുട്ടിക്ക് പൊന്നൂസിന് 10 പോയിന്റ്, വാവുട്ടിക്ക് 9 പോയിന്റ്. ഏകദേശം 2 പേരും സെയിം ആണ്. അല്ലെങ്കിൽ പറയാലോ വാവുട്ടിക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ വാവുട്ടി ഇതുപോലെ എന്തെങ്കിലും മത്സരമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വാവുട്ടി എങ്ങാനും തോറ്റ കരഞ്ഞു പൊളിക്കും ഇവിടെ. പക്ഷെ ഈ പ്രാവശ്യം വാവുട്ടി കുറച്ചും കൂടി മെച്യൂർഡ് ആയി. 10-11 വയസ്സാ പറയല്ലോ, അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി 11. അതുകൊണ്ട് വാവുട്ടി ഇപ്രാവശ്യം കരഞ്ഞില്ല. പൊന്നൂസ് ഈ സമയത്ത് ജയിച്ചിട്ട് പൊന്നൂസിന് എന്താ പറയാനുള്ളത്? സന്തോഷായോ? അപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇവർക്ക് 2 പേർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം ഈ വേറൊരു ദിവസം നമുക്ക് നിന്റെ ഏട്ടനെ ഇതേ സ്ഥാനത്ത് കൊണ്ടിരുത്താം. ആർക്കാണോ നിന്റെ ഏട്ടനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നമുക്ക് നോക്കി വെക്കാം. അപ്പൊ എന്തെങ്കിലും നിന്റെ ഏട്ടാ എന്നിട്ട് പറയാനുള്ളേ? ബാക്കിൽ ഇരുന്നിട്ട് ഒന്നും പറയില്ല. അടിപൊളി. അടിപൊളി. അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കാ സന്തോഷായോ? പൊന്നൂസ് എന്തെങ്കിലും പറയാനുണ്ടോ? പൊന്നൂസ് സാധാരണ ഞങ്ങളുടെ വീഡിയോയിലൊന്നും അങ്ങനെ വരാറില്ല. ഇത് 100ാമത്തെ വീഡിയോ ആണ്, സ്പെഷ്യലാണ് പൊന്നൂസേ എന്ന് അറിഞ്ഞ കാരണം കൊണ്ട് പൊന്നൂസ് വന്നതാട്ടോ. അപ്പൊ പൊന്നൂസിന് സ്പെഷ്യൽ താങ്ക് യു. കാരണം പൊന്നൂസ് ഇങ്ങനെ ഇപ്പൊ എത്ര വയസ്സാവണം? ഈ ഒക്ടോബറിലേക്ക് ഞങ്ങളുടെ പൊന്നൂസിന് 14 വയസ്സോ. അപ്പൊ അവന്റെ ഒരു പ്രായവും ഇതും കൺസിഡർ ചെയ്ത് അവനുള്ള പ്രൈവസി ഒക്കെ കൊടുത്തുകൊണ്ട് അവന് ഞങ്ങൾ അധികം വീഡിയോസിന് കൊണ്ടുവരാറില്ല. എന്നുവെച്ചാൽ നമ്മളൊരു ഏജിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായ പ്രൈവസി ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ പൊന്നൂസ് വരാറില്ല. പക്ഷെ ഈ വീഡിയോയില് എന്റെ കൂടെ വന്നിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു. അതുപോലെ
വിന്നർ ആയതിനും താങ്ക് യു കേട്ടോ. അമ്മ അപ്പൊ ക്യാമറ വന്നിട്ട് ചേട്ടന് സൂം ചെയ്തല്ലേ. അപ്പൊ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്റെ 2 മക്കൾക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഈവൻ ഒരു എന്നിട്ട് പറയാ, ഞാൻ പണ്ട് കണ്ടായിരുന്ന TV ഷോ വരെ എന്റെ വാവുട്ടി പറഞ്ഞു. അതുപോലെ തന്നെ പൊന്നൂസ് ആയാലും, പൊന്നൂസ് എന്നെ കുറിച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ലവ് ആന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ ലവും ഇവരുടെ ഹഗും എല്ലാം ഞങ്ങൾ സൂപ്പറായിട്ട് പോണു. അപ്പൊ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.